ഹൈ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം? സുഖം തന്നെയാണോ? പിന്നെ ഞാൻ ഇന്നലെ കുറേ കൃഷി പച്ചക്കറി നട്ടിരുന്നു. അതൊക്കെ നട്ടോ? കുറേ പേര് എന്നെ ഇങ്ങനെ പിന്തുടരുന്നുണ്ടല്ലോ, കുറേ ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കരിയില കമ്പോസ്റ്റ് പിന്നെ കുറേ പേരുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ എളുപ്പമാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അതുണ്ടാവും. ചാക്ക് മതിയല്ലോ. ദിവസേന വേസ്റ്റ്, നമ്മൾ അടുക്കള വേസ്റ്റ്, മുറ്റത്തെ ചപ്പ് ചവറൊക്കെ മതിയല്ലോ. അതുണ്ടാക്കുന്നുണ്ടെന്ന് കുറേ പേര് പറഞ്ഞു. പിന്നെ മരുന്നുണ്ടാക്കിയതും പറഞ്ഞിട്ടോ, സന്തോഷം. അതൊക്കെ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ടാവൂലേ. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നൊരു നടീലുമായിട്ടോ. കുറേ ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടതാണ്, ജെറേനിയ ഒന്ന് നടുന്നത് കാണിക്കോ, ജെറേനിയ തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതിന് മുമ്പ് എൻ്റെ ചാനലുണ്ട്, എൻ്റെ പഴയ വീഡിയോയിലുണ്ട് ഞാനത് നടുന്നത്. പക്ഷെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ, ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്നോട് വേഷ വാങ്ങണമെന്ന് പറഞ്ഞ് വേഷ വാങ്ങി. അങ്ങനെ ഓരോന്ന് പറയുന്നത്, ഗ്ലൗസ് വാങ്ങണമെന്ന് പറഞ്ഞ് ഗ്ലൗസ് വാങ്ങി. പക്ഷേ ഗ്ലൗസ് എനിക്ക് അത്ര അങ്ങോട്ട് യോജിച്ചില്ല, കാരണം ഒരു ലൂസ് അവിടെ എന്നെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ പറയും പോലെ ഞാൻ അനുസരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് ജെറേനിയോ ഒന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ജെറേനിയോ കട്ട് ചെയ്യുന്നതും അത് തൈ ഉണ്ടാക്കുന്നതും പിന്നെ പുതിയതൊന്ന് പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്നതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ പോകാം കേട്ടോ. എന്നാൽ വരി നമുക്ക് കാണാലോ. ഇതാണ് എൻ്റെ ജെറേനിയോ. ഈ പൂക്കളൊക്കെ അല്ലേ ഇപ്പം കാണുന്ന തിളങ്ങി നിൽക്കുന്ന ഈ ചുവപ്പ് കളർ പൂക്കളില്ലേ, അത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അത് ഇനിയും കുറേ ഉണ്ട് വിരിയാൻ. അതൊക്കെ മൊട്ടുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞു. 1 2 3 4 5 6 ഇതെല്ലാം കഴിഞ്ഞതാ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വെച്ചത് അവിടെ ഇനി കട്ട് ചെയ്തിട്ട് പുതിയ ചെടി നടുന്നത് അവിടെ കട്ട് ചെയ്തിട്ടാണ്. അപ്പം ഇതിൽ നിന്ന് കുറേ പൂ ഉണ്ടായി. ഇതിൽ നിന്ന് കുറേ പേർക്ക് വാഹനം പോണ ഒച്ചയാണിത്, ഭയങ്കര വാഹനം പോക്കാ റോഡ് സൈഡായിട്ട്. അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറിക്കാണ്ട് അങ്ങ് വെച്ചത് കേട്ടോ. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യണം. കണ്ടോ പൂവ്? ഇതെല്ലാം പൂവാണ്. ഇനി ഇതിൻ്റെ ഇവിടെ ഒക്കെ മൊട്ടും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്യാൻ സംഭവം അത് ഭയങ്കര രസം. എല്ലാവരും ചോദിക്കും, ആര് വന്നാലും ഇതിൻ്റെ ഒരു കട്ട് പീസ് കൊണ്ടാതെ പോയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കളറാണ് ഇതിൻ്റെ ഭംഗി. ഇത് പല കളറിലും ഉണ്ട്. വെള്ളമുണ്ട്, വേറൊരു ചുവപ്പുണ്ട്, അങ്ങനത്തെ പല കളറിലും ഉണ്ട്. എനിക്ക് എല്ലാ കളറിലും വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ഇത് കണ്ണിന് അങ്ങ് ഒതിച്ച് കാണും. ഞാൻ ചുവപ്പിൻ്റെ ആളാണ്. അതുകൊണ്ട് നോക്ക് എന്തൊരു ഭംഗിയാണെന്നറിയാം. പൂന്തോട്ടത്തിൽ ഇത് മതി. ഇതൊരു 5-6 എണ്ണം ഉണ്ടെങ്കിൽ പിന്നെ ഈ മുറ്റം പൂന്തോട്ടം ഫ്ലവർ ഷോ ആയി മാറും. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോവുക കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഈ ഒരു പൂവ് കഴിഞ്ഞതാ, അത് കട്ട് ചെയ്തിട്ട് പുതിയത് പിടിപ്പിക്കാനുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതാണ് ഇത് ഒരു ചെടി ഉണ്ടാക്കാം കേട്ടോ. ഇതുകൊണ്ട് ഒന്നുണ്ടാക്കാം. പിന്നെ ഇവിടെ വന്ന് ഇത് ഉണങ്ങിയതല്ലേ, ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് വേറെ ഒരു ചെടി ഉണ്ടാക്കൽ. ഇപ്പം 2 ചെടി ഉണ്ടാക്കാനുള്ള ഇത്. പിന്നെ കുറച്ചുകൂടി ഒരു ചോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പുതിയ തൈ ഉണ്ടാക്കാനുള്ള എളുപ്പ വിദ്യകളാണ് ഇത്. 3 എണ്ണം മതി, ബാക്കിയുള്ള അവിടെ നിൽക്കട്ടെ. ഇത് എത്ര ആളത് ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നതെന്നറിയാം. അപ്പം നിങ്ങൾ കണ്ടിട്ട് ഇത് എവിടുന്ന് അത് കിട്ടുകയെന്ന് ചോദിച്ചാൽ ഇത് നഴ്സറിയിൽ ഉണ്ടാവും കേട്ടോ. നഴ്സറിയിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും, പല കളറിലുണ്ടാവും. ഇത്രയും വലിപ്പം ഉണ്ടാവും എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ഇത് എനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതിന് ശേഷം ഇതും കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നും പേടിക്കണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ ചുറ്റും ശാഖകൾ വരും. ശാഖകൾ വരികയാണെങ്കിൽ കൂട്ടത്തിൽ തന്നെ മുട്ടുണ്ടാവും. പിന്നെ മുട്ട് വന്നാൽ പിന്നെ പറയണ്ടല്ലോ, മുട്ടങ്ങ് വിരിഞ്ഞ് റെഡിയാവും. കണ്ടോ? ഇത് ഞാൻ ഇതൊന്നിങ്ങനെ അത് കട്ട് ചെയ്യാം. ഒരു തയ്യായി. അങ്ങനെ 4 തൈ ഞാൻ പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഞാൻ എങ്ങനെ തൈ ഉണ്ടാക്കിയെന്നുള്ളത്. ഞാൻ ഇപ്പം നടാൻ പോകുന്നത് ഇതിൻ്റെ മുമ്പേ കട്ട് ചെയ്തിട്ട് ഞാൻ നട്ടതാണ് കേട്ടോ. നട്ട് പിടിപ്പിച്ചതാണ്. ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ പ്ലാവിൻ്റെ ഇലേൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. കണ്ടോ തെളിഞ്ഞ് വന്നതിന്. ഇതിപ്പോൾ 2 ആഴ്ച ഒരുവായി.
അതിലേക്ക് കുത്തിവെച്ചാൽ അതേപോലെ അങ്ങ് ഇറക്കി വെക്കാം. പ്ലാവിൻ്റെ ഇല ആകുമ്പോൾ നല്ല വളമാവും. പോരാത്തതിന് പ്ലാസ്റ്റിക്കിന് ഉപയോഗം കുറക്കാലോ. ഇതാ വേറൊന്ന്, ഇതൊക്കെ പഞ്ചറായിട്ടുണ്ട് ഇതിൻ്റെ. ഇല്ല അതാ ഇതും നടാൻ വേണ്ടി ആയതാ, ഒരു 2 ആഴ്ച കഴിഞ്ഞതാ. ഇതാ 3 ഞാൻ പൊട്ടിച്ചിട്ട് 2 ആഴ്ച മുമ്പ് ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയിൽ മണ്ണ് നിറച്ച് കുത്തി വെച്ചതാ. ഇനി ഞാൻ ഇതിന്ന് നടൂ. ഇനി അപ്പോഴേക്കും നമുക്ക് വേറെ ഉണ്ടാക്കാൻ ഇതാ പ്ലാവിൻ്റെ ഇല എടുത്തു. ഇങ്ങനെ അങ്ങ് ചെയ്യാം. പ്ലാവിൻ്റെ ഇല കിട്ടാത്തവരില്ലല്ലോ. അവനവൻ്റെ വീട്ടിൽ വേണ്ട, അയൽവാസി വീട്ടിൽ മതി. അങ്ങോട്ട് ഇതൊന്നും പ്ലാവിൻ്റെ ഇലയൊന്നും എൻ്റെതല്ല, ഒക്കെ പാറി ഇങ്ങോട്ട് വരുന്നതാ. അപ്പം നമുക്ക് നല്ല സുഖം. അടിച്ചു വാരിയിട്ട് ഇതാ ഈർക്കിളിയും കിട്ടാൻ ഒരു പാടില്ല. ഒരു മട്ടലുകൊണ്ട് എത്ര ഈർക്കിളി കിട്ടുമെന്നാ. ഇങ്ങനെ ചെയ്ത് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് മണ്ണ് നിറക്കും. സാധാ മണ്ണ്, ഇതിൽ ഒരു വളം ചേർക്കരുത് കേട്ടോ. വേര് പിടിപ്പിക്കാൻ ഒരു വളം ചെയ്യാൻ പാടില്ല. വേര് വേഗം പിടിക്കൂല. കളിമണ്ണ് പോലത്തെ മണ്ണ് മാത്രമേ ഉള്ളൂ വേര് പിടിക്കുള്ളൂ. ഞാൻ അതൊക്കെ ചെയ്ത് പരീക്ഷിച്ച് മടുത്തതാ. നമ്മളിങ്ങനെ നടുമ്പോൾ ഇത് കട്ട് ചെയ്യുക. അടിഭാഗം, അടിത്തലയൊന്നും വേണ്ട. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇറക്കി വെക്കുക. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നനച്ച് കൊടുക്കുക. ഇതിപ്പോൾ കൂർപ്പാണ്, എവിടെയും നിൽക്കൂരത്. ഇത് നിൽക്കാൻ ഭയങ്കര പാടാണ്. അതിന് ഞാൻ ഒരു ചെടി, ഇതൊരു വേറൊരു ചെടിച്ചട്ടിയല്ലേ, അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പോൾ ഞാൻ ഇതിന് നനയ്ക്കുന്ന ഈ ചെടിക്ക് കിട്ടിക്കോളും. അങ്ങനെയാണ് ഞാൻ എൻ്റെ തൈകൾ ഉണ്ടാക്കൽ കേട്ടോ. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ അറിയാത്തവർ, കൃഷി ചെയ്യാൻ അറിയാത്തവർക്കും ഇത് വലിച്ചൂരി വേര് പൊട്ടിപ്പോകല്ലോ. അപ്പോൾ ആ പ്രശ്നമില്ല. വേരൊന്നും അവരല്ല, അതേപോലെ ഇറക്കി വെക്കുകയല്ലേ. നല്ല ഉപകാരമാണ് ഈ ഒരു സിസ്റ്റം. ഇങ്ങനെ ആക്കിയിട്ട് മണ്ണ് നിറക്കുക, അത് ഇറക്കി വെക്കുക. ഞാൻ ഇത് വളർന്ന് വരുന്നതെല്ലാം ഞാൻ നിങ്ങളെ സമയം എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ടെന്ന്. കാരണം ഞാനിങ്ങനെ വിത്ത് നട്ടിട്ട് ഇതേപോലെ പയറ് വിത്ത് വാങ്ങിച്ച് നേരെ നട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ 2 കുത്തനെ നിൽക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചെടിച്ചട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ എല്ലാം ചെയ്യട്ടെ കേട്ടോ. ഇനി ഇത് നടും ചെയ്താ അങ്ങനെ കുത്തനെ വെച്ചത്. അത് മുളകും തയ്യിൻ്റെ പാത്രം, ഇത് മുളകും തയ്യാ. അതിലിങ്ങനെ കുത്തനെ വെച്ചതാ. ഊരി കാണിച്ചു തരാം ഞാൻ അതിൽ വേര് മുളച്ചിട്ടുണ്ടായത് കേട്ടോ. ഇനി ഞാൻ ജെറേനിയം നടാൻ പോവാം കേട്ടോ. പേരെന്നെ ജെറേനിയം എന്നുള്ളത് കുറേ പേർക്ക് പഠിത്താണ് പോലും അറിയുന്നത്. ഇതിൻ്റെ പേര് ജെറേനിയം എന്നാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പോട്ടിലാണ് നടുന്നത്. ഈ പൂച്ചട്ടി ഒക്കെ നമുക്ക് സിമൻറ്റ് ചാക്ക് അത്ര നല്ലതല്ല, അത് രസം കിട്ടില്ല. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പൂച്ചട്ടിയൊക്കെ. അപ്പോൾ ഇത് എൻ്റെ പഴയ ചട്ടിയാണ്. ഇത് ഞാൻ നിങ്ങളെ മുമ്പിൽ വരുമ്പോൾ ഞാൻ തേച്ച് കഴുകിയത്. അതിൽ വേറെ ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റിലിടാൻ പോകുന്നത് കരിയിലയാണ്. കരിയില ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടി എനിക്കില്ല. എവിടെ കരിയിലുണ്ടെങ്കിലും ഞാൻ വാരി കൊണ്ടുവരും. കാരണം കരിയിലിട്ട് കഴിഞ്ഞാലേ ചെടികൾ നല്ല ഉഷാറിൽ വളരും. അതാണ്. പിന്നെ വേരോട്ടം കിട്ടും. മണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ മാക്സിമം എത്ര കരിയില എപ്പോൾ ഇടാം. ഇന്ന് പച്ചക്കറിക്കും പൂക്കളിനും ഇതൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്നിങ്ങോട്ട് താവുമല്ലോ കുറച്ച് ചെയ്യുമ്പോൾ, അന്നേരം നമുക്ക് വീണ്ടും ഇടാം. ഇനി ഞെരുക്കല്ലല്ലോ കരിയിലേക്കൊന്നും. നല്ല സൂപ്പറായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടിയില്ലല്ലോ, എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. അതിൻ്റെ കളറ് കണ്ടിട്ട് എന്നോട് ഒരാൾ ഇവിടെ വന്നവൻ ചോദിക്കുക, ഇതെന്തിനാ ചാണകം ഇങ്ങനെ ചാക്കിലെടുത്ത് ചെയ്ത്. ചാണകം അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. കാരണം അത് അതേപോലെ ഉണ്ട് കേട്ടോ. സത്യം പറയാം, അവരെ പറഞ്ഞിട്ട് കാര്യമല്ല. അത് കണ്ടാൽ അങ്ങനെയാ. ഇതിൽ ചാണകത്തിൻ്റെ ഒരംശം പോലും ചേർന്നുകൂടോ. ഇത് വെറും എൻ്റെ കരിയിലയും അടുക്കള വേസ്റ്റുമാണ്. ചക്കമടലൊക്കെ പെടും കേട്ടോ അതിൽ. ചക്ക ഉള്ള സമയത്ത് എടുത്ത് വെച്ച് തന്നെയാണിത്. ചക്കൊക്കെ കരിയില കമ്പോസ്റ്റ് ആക്കുമ്പോൾ 2 ചക്കനോട് ഒരു ചാക്കന്നെ നിറയൂ. എന്താ കണ്ടോ, കരിയില കമ്പോസ്റ്റ് ഇട്ട് ഇനി ഞാൻ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് അങ്ങ് ഇറക്കി വെക്കുക. ഈ കരിയില കമ്പോസ്റ്റിൽ ധാരാളം
പിന്നെ വിത്തുകളുണ്ടാവും. നമ്മൾ അടുക്കള പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് മുളക്കും. കുറേ മുളച്ചിട്ടുണ്ട്. എൻ്റേത് മത്തൻ വരെ മുളച്ചിട്ടുണ്ട്. മത്തന്, പയറ്, ചീര, പിന്നെ പറയണ്ട, ചീര എല്ലാത്തിലും മുളച്ച് വന്നു. പിന്നെ ഞാൻ കുറച്ച് മണ്ണിടട്ടെ. മണ്ണിട്ടിട്ട് അങ്ങ് ഇറക്കിയേക്കാം. മണ്ണൊക്കെ പഴയ ചട്ടിയിലുള്ള തന്നെയാണിത്. ഇനി ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്യട്ടെ. ലെവൽ ചെയ്തിട്ട് ഇനി ഞാൻ നടാൻ പോവുക. 3 എണ്ണം നടാനുണ്ട്. 3 കൂടെ നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങളെ ഒന്ന് കാണിക്കാനേ പറ്റുള്ളൂ. ഇതിങ്ങ് ലോങ്ങായി പോവും. ഇതാ ഇതെൻ്റെ പ്ലാവിൻ്റെ ഇലയിൽ കുത്തി വെച്ചത്. നോക്കട്ടെ ഇതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വേര് ഇതാ വേര് കണ്ടോ? വേര് കണ്ടോ വന്നത്? കണ്ടെന്ന് വിചാരിക്കുന്നത്. വെള്ള കളറിൽ ഇതാ 1 2 3 ഇതവിടെ 4 കുറേ സ്ഥലത്ത് വന്നതാ. ഒന്നും കൂടി അടുത്തുനിന്ന് കണ്ടോളൂ വേര് വന്ന്. ഇത് തണ്ട് മുളച്ചുണ്ടാകുന്നതായത്. ഇനി നമുക്ക് ഇത് ഇനിയിപ്പോൾ ഊരിപ്പോയില്ലേ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഊരിയതാ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ, നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാവട്ടെ. ഞങ്ങളെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും വളർന്ന് വരുന്നതെല്ലാം. ഇപ്പോൾ ഒന്ന് നട്ട് കഴിഞ്ഞു. അപ്പം ജെറേനിയ എന്നോട് കാണിക്കുമോ എന്ന് പറയുന്നവർക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കട്ട് ചെയ്യുന്നത് കാണിച്ചു. കട്ട് ചെയ്തിട്ട് ഞാൻ ഇതാ അത് മുളച്ചതാ. ഇതാ പ്ലാവിൻ്റെ ഇലയിലേക്ക് പിടിപ്പിച്ചു ഓരോന്ന്. ഇതാ ഇതൊക്കെ ഇപ്പോൾ ചെയ്തതാ. ഇതിങ്ങനെ കുത്തി വെച്ചതാ. വീണ് പോണേ. ഇനി കൂർപ്പ് ഇതിന് പറ്റൂല, വേഗം വീണു പോവും. ഇതാ ഇപ്പോൾ ഒന്ന് നട്ട് കഴിഞ്ഞ് ഇതാ ഇത്. ഇനി ഇതും നടാനുണ്ട്, ഇതും ഉണ്ട്. ഇതൊക്കെ വേര് വന്നതാ. ഞാൻ വേറെ പോട്ടിൽ നടട്ടെ. അപ്പോൾ എൻ്റെ ജെറേനിയ നടിയിൽ കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ജെറേനിയ വീഡിയോ. ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.